ഓ സുഹൃത്തുക്കളെ, ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഒരാൾ രാവിലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, രാവിലെ 100 പ്രാവശ്യം ഒരു മനുഷ്യൻ ചൊല്ലിയാൽ ആ ചൊല്ലിയ മനുഷ്യന് 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ്. ഒരടിമയെ മോചിപ്പിച്ചാൽ തന്നെ നരകത്തിൽ നിന്ന് കാവലാണ്. 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ്. അതിൻ്റെ പുറമെ അവന് 100 നന്മകൾ രേഖപ്പെടുത്തുകയാണ്, 100 തിന്മകൾ അവൻ്റെ ഏടുകളിൽ നിന്ന് മായ്ച്ചു കളയുകയാണ്. അതിൻ്റെ പുറമെ ഹിർസം മിനശ് ശൈത്താൻ, രാവിലെ 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ചൊല്ലിയവന് വൈകുന്നേരം വരെ ശൈത്താനിൽ നിന്ന് പ്രൊട്ടക്ഷനാണ്. ദിക്റിന് വലിയ ബഹുമാനമാണ്. അള്ളാഹുവിൻ്റെ പേര് പറയുന്നതിന് വലിയ ബഹുമാനമാണ്. അള്ളാഹുവിൻ്റെ പേരിൻ്റെ ശക്തി വല്ലാത്ത ശക്തിയാണ്. അതുകൊണ്ടാണ് മറ്റൊരു ദിക്ർ രാവിലെയും വൈകുന്നേരവും ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഞാൻ കാക്കുന്നു, അള്ളാഹുവിൻ്റെ പേരിനെ മുൻനിർത്തി ഞാൻ കാക്കുന്നു. അല്ലദീ, എങ്ങനെയുള്ള പേരാണ്? ലാ യദുറു മഅ ഇസ്മിഹി, അല്ലെങ്കിൽ എങ്ങനെയുള്ള അള്ളാഹുവാണ്? അവൻ്റെ പേരോടുകൂടി ഇവിടെ ഒരു വസ്തുവിനും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ ഇസ്മിനെ, അള്ളാഹിൻ്റെ പേരിനെ നേരിടാൻ ഇവിടെ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും കഴിയൂല. ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി, ഈ ഭൂമിയിലുള്ള ഒരു വസ്തുവിനും അള്ളാഹുവിൻ്റെ പേര്, ആ പേരിനെ നേരിടാൻ കഴിയൂല. ലാ യദുറു മഅ ഇസ്മിഹി, അവൻ്റെ പേരോടുകൂടി ബുദ്ധിമുട്ടുണ്ടാക്കൂല. ശൈഉൻ ഫിൽ അർളി, ഭൂമിയിലുള്ള ഒന്നും ബുദ്ധിമുട്ടുണ്ടാക്കൂല. വലാ ഫിസ് സമാ, ഉപരിമണ്ഡലത്തിലേത് നക്ഷത്രങ്ങളോ ഏത് വസ്തുക്കളുണ്ടെങ്കിലും അതിൻ്റെ ഒരു ശകുനവും അതിൻ്റെ ഒരു ദോഷവും അതിൻ്റെ ഒരു ഭവിഷ്യത്തും അള്ളാഹിൻ്റെ പേരോടുകൂടെ ഒന്നും ഇവിടെ ആർക്കും ഫലിക്കൂല. അള്ളാഹുവിൻ്റെ പേരിനെ നേരിടാൻ കഴിയുന്ന ദുശക്തികളില്ല. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അള്ളാഹുവിൻ്റെ ഒരു പേരാണ് ഹു. ഹു എന്നത് അള്ളാഹുവിൻ്റെ ഒരു പേരാണ്. അതാണ് വഹുവ എന്ന് പറഞ്ഞതും അത് തന്നെയാണ്. വഹുവ അല്ലാഹു തആല അസ്സമീഉൽ അലീം. അവനെല്ലാം സ്വന്തം തന്നെ കേൾക്കുന്നവനാണ്. നമ്മൾ കേൾക്കും പോലെയോ മറ്റുള്ളവർ കേൾക്കും പോലെയോ മറ്റൊരാൾ അല്ല കേൾപ്പിച്ചിട്ട് കേൾക്കുന്നവരാണ് നമ്മൾ. അല്ല അങ്ങനെയല്ല, അവൻ സ്വന്തം തന്നെ എല്ലാം കേൾക്കുന്നവനാണ്. അൽ അലീം, അവൻ സ്വന്തമായി തന്നെ എല്ലാം അറിയുന്നവനാണ്. ലോകത്ത് ഏത് മലക്കിനെന്ത് വിവരമുണ്ടോ, ഏത് നബിക്ക് ഏത് വിവരം കിട്ടുന്നുണ്ടോ, ഏത് വലിയന് ഏത് വിവരം കിട്ടുന്നുണ്ടോ, ഏത് ജിന്നിനോ ഇൻസിനോ ഏത് ശാസ്ത്രജ്ഞനോ അല്ലാത്തവനോ എന്ത് വിവരം കിട്ടുന്നുണ്ടെങ്കിലും അത് അള്ളാഹ് കൊടുക്കുന്ന വിവരമാണ്. അള്ളാഹുവിൻ്റെ ഏതങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ ഇൽമ് എന്നത് നമ്മളെപ്പോലെ പഠിച്ചുണ്ടാക്കുന്നതോ മറ്റൊരാൾ തരുന്നതോ അല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഇൽമ് തുടക്കമില്ലാതെ അവനെല്ലാം അറിയുന്നവനാണ്. ഖദീമായ ഇൽമാണ്. ലോകത്ത് ഏത് മഹാന് എന്ത് ഇൽമ് കിട്ടിയാലും അത് ലോകത്ത് ഏറ്റവും വിവരമുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തന്നെ എന്ത് വിവരമുണ്ടെങ്കിലും അതെല്ലാം അല്ലാഹ് കൊടുക്കുന്ന ഇൽമാണ്, അല്ലാഹു കൊടുത്തിട്ടുള്ള ഇൽമാണ്. ഖുർആൻ പറഞ്ഞില്ലേ, വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ. നബിയെ തങ്ങൾക്ക് അല്ലാഹ് പഠിപ്പിച്ചു തന്നതാണ് അറിയാത്ത കാര്യങ്ങളൊക്കെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരത്തെ അറിവില്ല, അല്ലാഹു തആല അറിവ് കൊടുത്തതാണ്.
നബിതങ്ങൾക്കുള്ള മഹത്വം അള്ളാഹ് കൊടുത്തതാണ്. അങ്ങനെ അല്ലാഹു തആല കൊടുക്കുന്ന അറിവല്ലാതെ, കൊടുത്തിട്ടുള്ള അറിവല്ലാതെ ലോകത്തൊരു സൃഷ്ടിക്കുമില്ല അള്ളാന്റെ അറിവ്. അങ്ങനെ ഒരാൾ കൊടുത്തിട്ടുള്ളതല്ല, സ്വന്തമായുള്ള അറിവാണ്, സ്വന്തമായുള്ള കേൾവിയാണ്, സ്വന്തമായുള്ള കാഴ്ചയാണ്, സ്വന്തമായുള്ള കഴിവാണ്, സ്വന്തമായി ഉള്ളതാണ്. അവൻ്റേതെല്ലാം സ്വന്തമാണ്. ഹുവൽ ഗനി, ആരിലേക്കും അവൻ ആവശ്യമില്ല, ആരും അവൻ ആവശ്യമില്ല. അതേസമയം അല്ലാഹു സമദ്, അല്ലാഹുവിലേക്ക് ആവശ്യമില്ലാത്ത ഒരു സൃഷ്ടിയും ഇല്ല. അല്ലാഹുവിന് ഒന്നിലേക്കും ആശ്രയമില്ല, ആരിലേക്കും ആവശ്യമില്ല. അങ്ങനെ എല്ലാ നിലക്കും സ്വന്തമായി ഐശ്വര്യമുള്ളവനാണ് അല്ലാഹ്. അവന്റെ പേരിന് വല്ലാത്ത ശക്തിയാണ്. അതാണ് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം ചൊല്ലൽ സുന്നത്താണ്. ആ ദിക്ർ പഠിപ്പിക്കുന്ന ആശയം എന്താണ്? അള്ളാന്റെ പേരിനെ നേരിടാൻ കഴിയില്ല. ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ മഹദറത്തുൽ ബദരിയ. ഈ മഹദറത്തുൽ ബദരിയയിലുള്ളത് എന്താണ്? അള്ളാഹുവിൻ്റെ പേര് വിളിക്കലാണ്, അള്ളാഹുവിനെ വിളിക്കലാണ്. യാ അല്ലാഹ്, യാ അല്ലാഹു, യാ റഹ്മാനു. അങ്ങനെ അള്ളാഹുവിനെ വിളിക്കുകയാണ്, അള്ളാഹിൻ്റെ പേര് വിളിക്കുകയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പേര് യാ റഹ്മാനു യാ റഹീം, അള്ളാഹുവിൻ്റെ പേര് വിളിക്കുകയാണ്, അള്ളാഹുവിനെ തന്നെ വിളിക്കുകയാണ്. അല്ലാഹ് അല്ലാഹ് എന്ന് പറഞ്ഞ് അള്ളാഹിൻ്റെ പേര് ഉച്ചരിക്കുകയാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ തൗഹീദിൻ്റെ കലിമത്തായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയാണ്. ഇനിയോ സുഹൃത്തുക്കളെ, അല്ലാഹു ജല്ല ജലാലുഹു എല്ലാ നന്മകളും കൊടുക്കുന്നവൻ അള്ളയാണെന്ന് പറഞ്ഞല്ലോ. അല്ലാഹു അല്ലാതെ കൊടുക്കുന്നവനില്ല, തടയുന്നവനില്ല. യഥാർത്ഥത്തിൽ കൊടുക്കുന്നവൻ അല്ലാഹു തആല മാത്രമാണ്. ആര് മുഖേന നമുക്ക് എന്ത് കിട്ടിയാലും, അത് മരുന്ന് മുഖേന കിട്ടിയാലും, ഡോക്ടർ മുഖേന കിട്ടിയാലും, ഭരണാധികാരി മുഖേന കിട്ടിയാലും, ഉദ്യോഗസ്ഥൻ മുഖേന കിട്ടിയാലും, ധനികൻ മുഖേന കിട്ടിയാലും, അതേ പണ്ഡിതൻ മുഖേന കിട്ടിയാലും, മലക്കുകൾ മുഖേന കിട്ടിയാലും, ഔലിയാക്കളോ സാലിഹീങ്ങളോ അമ്പിയാക്കളോ ആര് മുഖേന എന്ത് കിട്ടിയാലും കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ആ അല്ലാഹു തആല നന്മയുടെ നിമിത്തങ്ങളായി പലരെയും സൃഷ്ടിച്ചിട്ടുണ്ട്. തിന്മകളുടെ നിമിത്തമായും പലരെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. നന്മയുടെ നിമിത്തമാണ് കഅബ ശരീഫ്, നന്മയുടെ നിമിത്തമാണ് ഹജറുൽ അസ്വദ്, നന്മയുടെ നിമിത്തമാണ് സഫാ മർവ, നന്മയുടെ നിമിത്തമാണ് പള്ളികൾ, നന്മയുടെ നിമിത്തമാണ് മദ്രസകൾ, നന്മയുടെ നിമിത്തമാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ, നന്മയുടെ നിമിത്തമാണ് ഖുർആൻ, നന്മയുടെ നിമിത്തമാണ് സ്വലാത്ത്, നന്മയുടെ നിമിത്തമാണ് ദിക്ർ. അങ്ങനെ നന്മക്കൊരുപാട് നിമിത്തങ്ങൾ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ആ നിമിത്തങ്ങൾ മുഖേന അല്ലാഹു തആല നന്മകൾ കൊടുക്കുന്നത് അവന്റെ ഒരു പതിവാണ്. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീലാ, അല്ലാഹുവിന്റെ പതിവാണത്. അല്ലാഹു നന്മയുടെ നിമിത്തങ്ങൾ മുഖേന നന്മ കൊടുക്കുന്നു. ആ നന്മയുടെ നിമിത്തങ്ങളിൽ ഏറ്റവും വലിയ നിമിത്തം ആരാണ്? എല്ലാ സൃഷ്ടികൾക്കും നന്മ കൊടുക്കുന്ന നിമിത്തം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവ്വ സൃഷ്ടികൾക്കും കാരുണ്യം അത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബി തങ്ങൾ മുഖേന സർവ്വ നന്മകളും ലോകത്ത് വിതരണം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇന്നമാന ഖാസിമുൻ, ഞാൻ വിതരണം ചെയ്യുന്ന ആളാണെന്ന് നബി തങ്ങൾ പറഞ്ഞു. നബി തങ്ങൾ ഖാസിമാണ്, വിതരണം ചെയ്യുന്ന ആളാണ്. കൊടുക്കുന്ന രാജാവ് അല്ലാഹു യുതി, കൊടുക്കുന്ന രാജാവ് അല്ലാഹുവാണ്. ഉടമസ്ഥന് മാത്രമേ കൊടുക്കാൻ കഴിയൂ, സട്ടാവ് മാത്രമേ ഉടമസ്ഥനുള്ളൂ. സട്ടാവായ അല്ലാഹ് കൊടുക്കുന്നവനാണ്. അവൻ ഏറ്റവും വല്ലാതെ ആദരിച്ച് സ്നേഹിച്ച മഹാൻ മുഖേന കൊടുക്കുകയാണ്. ആ മഹാനാണ് അൽവാസിത്തുൽ ഉദ്മാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി മുഖേന നന്മ വിതരണം ചെയ്യുകയാണ്. സ്വർഗത്തെക്കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. ആ സ്വർഗത്തിൽ ഒരാൾക്ക് കടക്കണോ? അന അവ്വലു മൻ യുഹർരികു ഹൽഖൽ ജന്ന, സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ച് കുലുക്കി ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനാണ്. ആ നബി മുഖേന അല്ലാതെ ഒരാൾക്ക് സ്വർഗത്ത് കടക്കാൻ കഴിയില്ല. എല്ലാ നന്മയുടെയും നിമിത്തമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നന്മയുടെ നിമിത്തങ്ങളുമായി ബന്ധപ്പെടുന്നത് നന്മ കിട്ടാനുള്ള കാരണമാണ്.
അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെടാതെ ഒരു മുഅ്മിനായ മനുഷ്യന് ജീവിതമില്ല. അവൻ വളരെ വണങ്ങി ചെയ്യുന്ന കർമ്മമാണ് നിസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ പോലും ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാറ്റി നിർത്താൻ പറ്റൂല. ആ നബി തങ്ങളോട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് നേരിൽ വിളിച്ച് പറയണം. ആ നബി തങ്ങളെ പേരിൽ സലാത്ത് ചൊല്ലണം. ആ നബി തങ്ങളുടെ മഹത്വം പ്രഖ്യാപിക്കണം. അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി തങ്ങളെ മഹത്വം പറയണം. അപ്പോൾ അല്ലാഹുവിനെ നടത്തുന്ന ആരാധനയിൽ പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാറ്റി നിർത്താൻ പറ്റൂല. ആ നബി തങ്ങളെ വിളിക്കുന്നതും പറയുന്നതും അല്ലാഹ്ക്ക് ആരാധനയാണ്, നബി തങ്ങൾക്ക് ആരാധനയല്ല. നബി തങ്ങളെ വിളിക്കുന്നതും പറയുന്നതും അല്ലാഹ്ക്ക് ആരാധനയാണ്, നബിക്ക് ആരാധനയല്ല. ഏതുപോലെ മനുഷ്യന് നന്മയുടെ നിമിത്തമാണ് ബാപ്പയും ഉമ്മയും. ആ ബാപ്പയും ഉമ്മയും വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ്. അങ്ങനെ എഴുന്നേറ്റ് നിന്നാൽ ആ എഴുന്നേറ്റ് നിൽക്കൽ ആർക്കുള്ള ആരാധനയാണ്? ബാപ്പാക്കും ഉമ്മാക്കുള്ള ആരാധനയല്ല, അത് അല്ലാഹുവിനുള്ള ആരാധനയാണ്. പക്ഷേ ഇവിടെ ബഹുമാനിക്കുന്നത് ബാപ്പാനെയും ഉമ്മാനെയുമാണ്. ബാപ്പയും ഉമ്മയും വരുമ്പോൾ എഴുന്നേറ്റ് നിന്നാൽ ആദരവ് ബാപ്പക്കും ഉമ്മക്കുമാണ്, ആരാധന അല്ലാഹുവിനാണ്. സുഹൃത്തുക്കളെ, ഇതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു പറഞ്ഞാൽ അത് അല്ലാഹ്ക്ക് ചെയ്യുന്ന ആരാധനയുടെ ഭാഗമാണ്. പക്ഷേ അവിടെ നബി തങ്ങളെ ആദരിക്കൽ ഉണ്ട്. അതുപോലെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് പറയുമ്പോൾ അവിടെ നബി തങ്ങളുടെ മഹത്വം പ്രഖ്യാപിക്കലുണ്ട്. അത് അല്ലാഹുവിന് ആരാധനയാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. നബി തങ്ങളുടെയും നബിയുടെ കുടുംബത്തിന്റെയും പേരിൽ സലാത്ത് വേണം. നിസ്കാരത്തിൽ നിർബന്ധമാണ് നബി തങ്ങളുടെ പേരുള്ള സലാത്ത്. ആ സലാത്ത് ചൊല്ലുന്നത് നബി തങ്ങളെ ബഹുമാനിക്കലാണ്. പക്ഷേ അതും അല്ലാഹ്ക്കുള്ള ആരാധനയാണ്. അവൻ്റെ ഹബീബിനെ ബഹുമാനിക്കുന്നത് അല്ലാഹുവിനുള്ള ആരാധനയാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? മുസ്ലിമായ മനുഷ്യനങ്ങ് ജീവിച്ച് മരിച്ചാ പോരാ. ആ മുസ്ലിമായ മനുഷ്യൻ സാന്ത്വന പ്രവർത്തനം നടത്തുന്നവനാകണം. അവൻ മറ്റുള്ളവരോട് അലിവുള്ളവനാകണം. ഇന്ന് രാവിലെ മുത്തഅല്ലിമീങ്ങൾക്ക് ഞാൻ മിസ്കാത്ത് ഓതിക്കൊടുത്തപ്പോ അതേ ആ മിസ്കാത്തിൽ പ്രത്യേകം ഒരു അധ്യായം തന്നെയുണ്ട്. ബാബുർ റഹ്മത്തി വസ്സഫഖതി അലൽ ഖൽഖ്. സൃഷ്ടികൾക്ക് കാരുണ്യം ചെയ്യുക, വാത്സല്യം കാണിക്കുക, അതിൽ പറയുന്ന ഒരു അധ്യായം. ആ അധ്യായത്തിൽ ഇമാം തിബിരീസ് റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്ന ഒരു ഹദീസ് തന്നെ എന്താണ്? നബി തങ്ങൾ പറയാണ്, മല്ലാ യർഹം ലാ യുർഹം. കാരുണ്യം ചെയ്യാത്തവന് കാരുണ്യം ചെയ്യപ്പെടൂല. പടച്ചവൻ കാരുണ്യം ചെയ്യണമെങ്കിൽ സൃഷ്ടികളോട് കാരുണ്യം ചെയ്യണം. ചെറിയ കുട്ടികളോട് കാരുണ്യം വേണം. നഴ്സറിയിലെ കുട്ടികളെ തല്ലാൻ പോകരുത്. ഒരു ഉസ്താദും തല്ലരുത്, ഒരു മാസ്റ്ററും തല്ലരുത്. അതുപോലെ 1-ാം ക്ലാസ്സിലെ കുട്ടികളെ തല്ലരുത്, 2-ാം ക്ലാസ്സിലെ കുട്ടികളെ തല്ലരുത്. കാരണം ചെറിയ മക്കളോട് കാരുണ്യം വേണം. നിസ്കരിക്കാതിരുന്നാൽ ബാപ്പാക്ക് പോലും 10 വയസ്സാകുന്നത് വരെ പെർമിഷൻ കൊടുത്തിട്ടില്ല ഇസ്ലാം. അപ്പൊ വളരെ പ്രധാനപ്പെട്ടതാണ് കാരുണ്യ പ്രവർത്തനം. ശഫഖത്തു അലൽ ഖൽഖ്, സൃഷ്ടികളോട് വാത്സല്യം. ഒരാളും പ്രയാസപ്പെട്ടു പോകരുത്, ബുദ്ധിമുട്ടി പോകരുത് എന്ന ചിന്ത വേണം. അങ്ങനെ കാരുണ്യം വേണം. ആ കാരുണ്യത്തിൻ്റെ ഭാഗം എല്ലാം അല്ലാഹുവിനുള്ള ആരാധനയാണ്. ബഹുമാനപ്പെട്ട സുഹൈൽ തങ്ങളല്ലേ വരുന്നത്? സുഹൈൽ തങ്ങളവർകൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എല്ലാവരും ഇരുന്നുള്ളൂ, ഇനി എനിക്ക് വേഗം നിർത്താം. അപ്പോൾ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് മറ്റുള്ളവർക്ക് കാരുണ്യം ചെയ്യണം. അതിൻ്റെ ഭാഗമാണ് നിസ്കാരത്തിൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. സർവ സജ്ജനങ്ങൾക്കും സമാധാനം വേണമെന്ന് റബ്ബിനോട് പറഞ്ഞുകൊണ്ട് കാരുണ്യം ചെയ്യാണ്. അതിൻ്റെ പുറമേ നിങ്ങൾ കണ്ടോ, നിസ്കാരത്തിൻ്റെ അവസാനത്തെ ഒരു ഫർദ് തർത്തീബ്, അതിൻ്റെ നേരെ മുമ്പത്തെ ഫർദ് ഇങ്ങോട്ടും ആറ് തിരിക്കുന്നത് നോക്കണ്ടില്ല, എല്ലടി നടക്കുന്ന കാര്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നിസ്കാരത്തിന്റെ ഫർദിൽ 13 സലാം വീട്ടല്. എന്താ സലാം വീട്ടുക എന്ന് പറഞ്ഞാൽ?
അത് കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ. അതാരോടാ പറയുന്നത്? അപ്പുറം ഇപ്പുറമൊക്കെ ഇപ്പൊ ജനങ്ങൾ ഉണ്ടെങ്കിൽ ആ വലത്തോട്ട് തിരിഞ്ഞ് പറയുമ്പോൾ വലത്തുള്ള മനുഷ്യന്മാരോട്, വലത്തുള്ള മുഅ്മിനീങ്ങളായ ജിന്നുകളോട്, വലത്തുള്ള മലക്കുകളോട്, ഇടത്ത് പറയുമ്പോൾ ഇടത്തുള്ള മലക്കുകളോട്, ഇടത്തുള്ള മനുഷ്യന്മാരോട്, ഇടത്തുള്ള മുഅ്മിനീങ്ങളായ ജിന്നുകളോട്. അപ്പൊ നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും അവിടെ മലക്കുകളുണ്ട്, ജിന്നുകളുണ്ട്. അപ്പോൾ അവിടെ ഉള്ളവരോട് നമ്മൾ സലാം പറയാണ്. എന്താ സലാമിന്റെ അർത്ഥം? അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. ഇത് കാരുണ്യത്തിന്റെ ഭാഗമാണ്. എനിക്ക് മാത്രം സമാധാനം പോരാ. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എല്ലാ മുഅ്മിനീങ്ങൾക്കും സമാധാനം വേണം. കാരുണ്യത്തിന്റെ ചിന്തയാണ്. ഈ ചിന്തയുള്ളവനെ മുസ്ലിമാകൂ. അപ്പോൾ മറ്റുള്ളവർക്ക് കാരുണ്യം ചെയ്യുന്നവരാകണം, മറ്റുള്ളവർക്ക് പ്രയാസപ്പെടുത്തുന്നവരാകരുത്. ഇന്ന് രാവിലെ ഞാൻ ഓതിക്കൊടുത്ത മറ്റൊരു ഹദീസ്, വല്ലാഹി ലാ യുമിനു വല്ലാഹി ലാ യുമിനു വല്ലാഹി ലാ യുമിനു. ഹബീബായ നബി തങ്ങൾ പറയാണ്, വല്ലാഹി സത്യവിശ്വാസിയാവൂല, വല്ലാഹി സത്യവിശ്വാസിയാവൂല, വല്ലാഹി സത്യവിശ്വാസിയാവൂല. 3 തവണ സത്യജീതങ്ങ് പറഞ്ഞു. ഖാലൂ മൻ, സഹാബികൾ ചോദിച്ചു, ആര് സത്യവിശ്വാസിയാവൂല? ലാ യുഅ്മിനു, സത്യവിശ്വാസിയാവൂല. മൻ ലാ യഅ്മനു ജാറുഹു ബവായിഖഹ്, അവന്റെ അയൽവാസി അവനെ കൊണ്ടൊരു ശല്യം ഉണ്ടാവൂല എന്ന് അയൽവാസിയുടെ മനസ്സിൽ അവനെ കൊണ്ടൊരു ഭവിഷ്യത്തും സംഭവിക്കൂല, എൻ്റെ അയൽവാസിയെ കൊണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് തൊട്ടടുത്ത വീട്ടുകാരൻ നിന്നെ സംബന്ധിച്ച് വിശ്വസിക്കുമ്പോൾ മാത്രമേ നീ മുഅ്മിനാവുള്ളൂ. അയൽവാസിക്കൊരു ശല്യം ഉണ്ടാകാൻ പാടില്ല. അയൽവാസി എന്ന് പറഞ്ഞാൽ എത്ര ആളാ? 40 വീട് അയൽവാസികളാണ്. 4 ഭാഗത്തും 40 വീട്. 40 പേർക്കാർക്കും നിന്നെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ലെന്ന് അവരെ മനസ്സിൽ വിശ്വാസം ആർജിക്കാൻ കഴിയണം. അപ്പോഴാണ് നീ ഒരു മുഅ്മിനാകുന്നത്. എന്തൊരു മതമാണ് ഇസ്ലാം! എന്തൊരു ആശയമാണ് ഇസ്ലാം! അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവർക്കും കാരുണ്യം, സാന്ത്വനം, കാരുണ്യം അത് നിറച്ചു കളയേണ്ട കാര്യമാണ്. അത് ഇസ്ലാമിൻ്റെ ഒരു ഭാഗമാണ്. അത് എത്രയോ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് പറയണം. എല്ലാവരോടും കാരുണ്യം വേണം. മറ്റൊരു ഹദീസിന് രാവിലെ ഞാൻ ഓതിക്കൊടുത്തത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ യാചിക്കാൻ വേണ്ടി ഒരു സ്ത്രീ വന്നു. 2 പെൺകുട്ടികളുണ്ട് കൂടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒന്നും കൊടുക്കാനില്ല, ഒറ്റ കാരക്കുണ്ട്. ആ കാരക്ക കൊണ്ടുപോയി ആ സ്ത്രീ കൊടുത്തു. ആ കാരക്ക ആ സ്ത്രീ 2 കഷ്ണമായി പിളർന്ന് ഒരു കഷ്ണം കൂടെയുള്ള പെൺകുട്ടിക്കും മറ്റേ കഷ്ണം മറ്റേ പെൺകുട്ടിക്കും കൊടുത്തു. ആ പെണ്ണ് ഭക്ഷിച്ചില്ല. അവൾ തിരിച്ചു പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്നപ്പോൾ നബി തങ്ങളോട് ആയിഷ റളിയല്ലാഹു അൻഹ ആ സംഭവം പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ സഹോദരിമാരെ, പെൺകുട്ടികളോട് നല്ല കാരുണ്യം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ പെൺകുട്ടികളെ കൊണ്ട് വല്ലവർക്കും പരീക്ഷണമുണ്ടായിട്ട് ആ പെൺകുട്ടികളെ വല്ലവനും സംരക്ഷിച്ചാൽ, അവരോട് കാരുണ്യം കാണിച്ചാൽ, കുന്ന സിത്റം മിനന്നാർ, നരകത്തിൽ നിന്ന് ആ സ്ത്രീകൾ മറയാണ്, പെൺകുട്ടികൾ മറയാണ്. പെൺകുട്ടികളെ പോറ്റി വളർത്തി സംരക്ഷിക്കുന്ന ആളുകൾക്ക് നരകത്തിൽ നിന്ന് കാവലാണ്. സ്ത്രീകളോട് പ്രത്യേകം കാരുണ്യം വേണം. അങ്ങനെയാണ് ഇസ്ലാം. ഇപ്പൊ ചിലർ വിചാരിച്ചെന്താ അറിയോ, മുസ്ലിമീങ്ങളെ പള്ളിയിൽ പെണ്ണുങ്ങൾക്ക് കയറിക്കൂടാന്നൊരു നിയമം ഉണ്ട് എന്നാ. അങ്ങനെ ഒരു നിയമം ഇസ്ലാമിൽ ഇല്ലട്ടോ. പെണ്ണുങ്ങൾക്ക് മുസ്ലിമീങ്ങളെ പള്ളിയിൽ കയറിക്കൂടാന്ന് അങ്ങനെ ഒരു ഫത്വയിലും ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആരും പള്ളി പ്രവേശിപ്പിക്കണമെന്ന് ഒരു കോടതിയിലും പോണ്ടിയില്ല. പള്ളി പ്രവേശിച്ചുകൂടാത്തൊരു വർഗ്ഗമാണ് സ്ത്രീകൾ എന്ന് ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമം ഇല്ല. പിന്നെന്താ ഉള്ളത്? പള്ളിയിൽ ജുമാക്കും ജമാഅത്തിനും അവർ പോണ്ടാകും. ജുമാക്കും ജമാഅത്തിനും അവർ പോണ്ട. അല്ല, പള്ളി കയറിക്കൂടാത്തൊരു സമൂഹമാണ് പെണ്ണുങ്ങൾ. അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ ഇസ്ലാമിൽ ഇല്ല. സുന്നത്ത് ജമാഅത്തോട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഫത്ഹുൽ മുഈനിലുള്ളത് എന്താണ്? ഫത്ഹുൽ മുഈനിൽ ഹൈലുള്ള സമയത്ത് പെണ്ണുങ്ങൾക്ക് പള്ളി കയറിക്കൂടാ, ജനാബത്തുള്ള ഒരു സമയത്ത് പുരുഷന്മാർക്കും കയറിക്കൂടാ, കുളി നിർബന്ധമായാൽ 2 കൂട്ടർക്കും കയറിക്കൂടാ എന്നല്ലാതെ പെണ്ണുങ്ങൾക്ക് പള്ളി കയറിക്കൂടാ അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലില്ല. അതുകൊണ്ട് പള്ളി പ്രവേശം ഒന്നും പറഞ്ഞിട്ട് ആരും ഒരു കോടതിയിലും പോകേണ്ട ആവശ്യമില്ല. ഒരു വക്കീലിനെയും കാണ്ടിയില്ല. വെറുതെ നേരെ പോകണം. പള്ളിയിൽ പ്രവേശിച്ചുകൂടാത്തൊരു വർഗ്ഗമാണ് പെണ്ണുങ്ങൾ. അങ്ങനെ ഇസ്ലാമിൽ ഇല്ല. സുന്നത്ത് ജമാഅത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല.
പിന്നെ ജുമാ ജമാഅത്തിന് പെണ്ണുങ്ങൾ പോകണ്ട, അത് പെണ്ണുങ്ങളോടുള്ള കാരുണ്യാണ്. കാരണം രാവിലെ 5 മണിക്ക് സുബിയാണ്, 4:30 മണിക്ക് തന്നെ ടോർച്ച് അടിച്ചിട്ട് ഓരോ ചെറുപ്പക്കാർ പള്ളിയിൽ പോവാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഒരു 21 വയസ്സുള്ള ഒരു പെൺകുട്ടി ടോർച്ച് അടിച്ചിട്ട് സുബഹിക്ക് ഇങ്ങനെ പള്ളിയിൽ പോവാണെങ്കിൽ അതിന്റെ മുസീബത്ത് പിന്നെ പറയണം. അതിന്റെ മുസീബത്ത് പറയണം. നമ്മൾ കേരളത്തിൽ തന്നെ സുബ്ഹാനല്ലാഹ് ദൈവത്തിന് വേണ്ടി തന്നെ ജീവിതം അർപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് പോയി കൂടിയവർ പിന്നെ സുബ്ഹാനല്ലാഹ് അവരെ നന്നായി സംരക്ഷിക്കും എന്ന് വിചാരിച്ച ആളുകളിൽ നിന്ന് പീഡനം അനുഭവിച്ചു എന്ന് പറഞ്ഞ കേസ് ഉള്ളതോ ഇല്ലാത്തോ എനിക്കറിയില്ല, വിഷയത്തിൽ ഞാൻ കടക്കുന്നില്ല. എന്നിട്ട് തന്നെ പ്രശ്നമല്ലേ? അപ്പൊ ഈ സ്ത്രീകളെ ഈ പാതിരാ സമയത്ത് സുബഹിക്ക് പള്ളിയിൽ പോകണം, ഉച്ച സമയത്ത് ഈ കുട്ടികളൊക്കെ നോക്കുന്നതിലേക്ക് കുട്ടികളെയും അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളെയും വെച്ചിട്ട് ഒരു ജുമാക്കോളം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ ഇങ്ങനെ ശല്യപ്പെടുന്ന വേറൊരു നിയമം ഉണ്ടാവുമോ? അതുകൊണ്ട് ഇസ്ലാമിൽ പെണ്ണുങ്ങളെ ശല്യപ്പെടുന്ന ഒരു നിയമമില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരുടെ വീടാണ് ഖൈർ എന്ന് പറഞ്ഞു. അല്ലാതെ സ്ത്രീകളെ സംബന്ധിച്ച് പള്ളി കയറിക്കൂടാത്തൊരു വർഗമാണ് സ്ത്രീകൾ, അങ്ങനെ ഇസ്ലാമിൽ ഇല്ല. അങ്ങനെ ലോകത്തൊരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. ജുമാ ജമാഅത്തിന് സ്ത്രീകൾ അന്യപുരുഷന്മാരോടുകൂടെ പങ്കെടുക്കാൻ പള്ളിയിലായാലും പോണ്ട, മദ്രസയിലായാലും പോണ്ട, മൈതാനിയിലായാലും പോണ്ട, ഒരു സ്ഥലത്താണെങ്കിലും അന്യപുരുഷന്മാരോടുകൂടെ ജുമാ ജമാഅത്തിന് പോണ്ട എന്നാ പറഞ്ഞു. അല്ല, പള്ളി കയറിക്കൂടാന്ന് അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലില്ല. അങ്ങനെ ഉണ്ട് നേരം തെറ്റിദ്ധരിക്കുകയും വേണ്ട. ഇനി ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു കോടതിയെ സമീപിച്ചിട്ട് മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം നൽകണമെന്ന് പറഞ്ഞാൽ പേടിക്കേണ്ടതുമില്ല. കാരണം പണ്ടിനുള്ള നിയമമാണ്, അതിന് കോടതി പറയേണ്ട ആവശ്യമില്ല. പള്ളിയിൽ പ്രവേശിക്കുന്നതിലൂടെ ഒരു മുടക്കമല്ല. അന്യപുരുഷന്മാരോടുകൂടി അവർക്ക് ജുമാ ജമാഅത്തുകളിൽ പങ്കെടുത്തുകൂടാ. അത് പള്ളിയിലായാലും പോയിക്കൂടാ, മൈതാനിയിലായാലും പോയിക്കൂടാ, മദ്രസയിലായാലും പോയിക്കൂടാ. ഇതാ ഇസ്ലാമിന്റെ നിയമം. മനസ്സിലായില്ലേ? അന്യപുരുഷന്മാരോടുകൂടി പാടില്ല. അപ്പൊ ഇത് മറ്റൊരു വിഷയം. ഈ വിഷയത്തിനെ കൺഫ്യൂഷനാക്കിയിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമിക്കാർ, മുജാഹിദുകൾ, അവരാണല്ലോ ഇസ്ലാമിനെ കൺഫ്യൂഷനാക്കി നശിപ്പിക്കുന്നവർ. അവർ പറഞ്ഞിട്ടാക്കുന്നതാണ് പള്ളിപ്രവേശം എന്നുള്ള വാക്ക്. അങ്ങനെ പള്ളിപ്രവേശം പാടില്ല എന്നൊരു നിയമം സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇന്നേവരെയും പറഞ്ഞിട്ടില്ല, ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. മറിച്ച് ശാഫി ഇമാം റളിയല്ലാഹു തന്നെ പറഞ്ഞ എന്താണ്? فما علمت منهن امرأة خرجت إلى شهود جمعة ولا إلى جماعة غيرها في ليل ولا نهار. രാത്രിയോ പകലോ ഒരു ജുമഅക്കോ ഒരു ജമാഅത്തിനോ നബി തങ്ങളുടെ വീട്ടിൽ നിന്ന് മക്കളോ ഭാര്യമാരോ ഒരു പെണ്ണും പുറപ്പെട്ടു പോയതായി ഞാൻ കാണുന്നില്ല. ജുമഅ ജമാഅത്തിന് വേണ്ടി പുറപ്പെട്ടു പോയിട്ടില്ല. സ്ത്രീകൾക്ക് ജുമാ ജമാഅത്തിന് വേണ്ടി പുറപ്പെട്ടു പോകുന്നതിൽ വല്ല പുണ്യവുമുണ്ടെങ്കിൽ സഹാബത്ത് അതുകൊണ്ട് കൽപ്പിക്കുമായിരുന്നു, നബി തങ്ങൾ നിർദ്ദേശിക്കുമായിരുന്നു. നബി തങ്ങൾ ജുമാ ജമാഅത്തിന് പുറപ്പെട്ടു പോകാൻ കൽപ്പിച്ചിട്ടില്ല, സഹാബത്ത് അനുവദിച്ചിട്ടില്ല. ജുമാ ജമാഅത്തിന് പുറപ്പെട്ടു പോകരുത് എന്നാ ശാഫി ഇമാം തങ്ങൾ പറഞ്ഞു. അതിലൊരു പുണ്യമില്ല. അതിന് അവർക്ക് പുണ്യം കിട്ടും എപ്പോഴാ? നബി തങ്ങൾ പറഞ്ഞു വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, വീട്ടിൽ നിന്ന് നിസ്കരിച്ചാലാണ് കൂടുതൽ പുണ്യം കിട്ടുക. സ്ത്രീകൾക്ക് അല്ലാഹു കൊടുത്തൊരു കാരുണ്യം നോക്ക് നിങ്ങൾ. നമ്മൾ വരെ നിസ്കരിച്ചാൽ നമുക്ക് കുത്ത കിട്ടുക, നമുക്ക് അള്ളാന്റെ കുത്ത, നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിക്കണം എന്നാ. അതേ സമയത്ത് സ്ത്രീകൾക്കാല അവർ വരെ നിസ്കരിച്ചാൽ മതി. നല്ല ഇതൊരുത്തൊരു ഇളവാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇസ്ലാമിൽ എവിടെയും ഒരു പ്രയാസമില്ല. പഠിക്കാത്തത് കൊണ്ട് ഓരോരുത്തർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധരിച്ചവനാണ് ഉത്തരവാദി, പഠിക്കാത്തവനാണ് ഉത്തരവാദി. ഇസ്ലാം അതിനൊന്നും ഉത്തരവാദിയല്ല. ഇരിക്കട്ടെ, ഞാനിപ്പോഴതിൽ കടക്കുന്നില്ല. അപ്പോ അത് തന്നെയാണ് നമ്മുടെ ബദ്ർ മൗലൂദിന് തുറക്കുക. അള്ളാഹിന്റെ പേരിന്റെ മഹത്വമാണ് നമ്മൾ പറഞ്ഞത്. അതാണ് ബദ്ർ മൗലൂദിന്റെ അവസാനത്തിൽ പടച്ച റബ്ബിനോട് ദ്വാരക്കുമ്പോൾ പടച്ചവനെ, നീ ഞങ്ങൾക്ക് തന്നില്ലേ, ഞങ്ങൾക്ക് തരാൻ ആരുമില്ല, ചോദിക്കാൻ ആരുമില്ല എന്ന് സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങൾ അള്ളാഹിനോട് പറയാം. നീ തന്നെ തരാൻ വേറെ ആരുമില്ല. അവന്റെ തുടക്കത്തിൽ പറയാണ് എന്ത്? തവസ്സൽനാ ബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. പഠിച്ചവനെ, നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു ബിസ്മില്ലാ, അള്ളാന്റെ പേര് മുൻനിർത്തി ചോദിക്കുന്നു. അള്ളാന്റെ പേര് മുൻനിർത്തി ചോദിക്കുന്നു. അള്ളാന്റെ പേരിന്റെ വലിയ ബഹുമാനാണ്. കാരണം അള്ളാഹ് പറഞ്ഞില്ലേ ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദൂഹു ബിഹാ, അള്ളാന്റെ പേര് മുൻനിർത്തി അള്ളാഹിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞില്ലേ? അതാ തവസ്സൽനാ ബിസ്മില്ലാ. ഇനി നീ ഏറ്റവും വലിയ നന്മയുടെ നിമിത്തമായി വെച്ച ആളാണല്ലോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുന്നു ബിൽ ഹാദി റസൂലില്ലാഹ്.
ഇനി ഞങ്ങൾ മുൻനിർത്തി ചോദിക്കുന്നത് ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്ന അധ്വാനിക്കുന്ന പ്രവർത്തകന്മാർ, അവർക്ക് വലിയ ബഹുമാനമാണ്. അതേ മുസ്ലിം ജമാഅത്തിൻ്റെ പ്രവർത്തകർ, SOS-ൻ്റെ പ്രവർത്തകർ, SSF-ൻ്റെ പ്രവർത്തകർ, സുന്നത്ത് ജമാഅത്തിൻ്റെ സ്ഥാപനങ്ങളുടെ പ്രവർത്തകർ, സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസവും കർമ്മവും നിലനിർത്താൻ വേണ്ടി അധ്വാനിക്കുന്നവർ, അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം കരുതി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർ അള്ളാഹുവിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ്. പത്രത്തിൽ ഫോട്ടോ വരാൻ വേണ്ടിയല്ല, ചാനലിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടിയല്ല, നോട്ടീസ് പേര് കിട്ടാനല്ല, സ്വാഗതം പറയാനല്ല, നന്ദി പറയാനല്ല, അള്ളാഹ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നതാണ്. വകുല്ലി മുജാഹിദിൻ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി അധ്വാനിക്കുന്ന പ്രവർത്തകന്മാർ. ലോകത്ത് കഴിഞ്ഞു പോയ ഇമാമിങ്ങളും സഹാബികളും സാലിഹീങ്ങളും ഒക്കെ അങ്ങനെയാണ്. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം അധ്വാനിച്ച് പ്രവർത്തിക്കുന്നവരെയും മുൻനിർത്തി ചോദിക്കുന്നു. അതിൻ്റെ മുൻപന്തിയിലുള്ളവരാണ് വാഹിലിൽ ബദിരി യാ അല്ലാഹ്.